ഷോപ്പിലോ ഹോട്ടലിലോ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അവിടെയുള്ള ആളുകൾ, അതിപ്പം ഓണർ ആയിക്കോട്ടെ, മാനേജർ ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, അവരുടെ പെരുമാറ്റം എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് കസ്റ്റമർ സർവീസിന് ഞാൻ അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളോട് ചിരിച്ച് സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നവർ, ഇപ്പം നമ്മൾ ചോദിക്കുന്ന സാധനം അവിടെ ഇല്ലെങ്കിൽ സോറി ആ സാധനം നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ, ഇന്ന ഷോപ്പിൽ കിട്ടുമെന്ന് റെഫർ ചെയ്ത് തരുന്നവരെ പോലും നമ്മൾ അത്രത്തോളം ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്, അത്രത്തോളം സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ പുറത്തൊരു ഷോപ്പിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോൾ സന്തോഷമായിട്ട് അവിടുത്തെ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത് പേ ചെയ്തിട്ട് വരാനായിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് നീ വേണേൽ എടുത്തിട്ട് പോ, അല്ലെങ്കിൽ നീ വേണമെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോ എന്നുള്ള രീതിയിലൊരു എക്സ്പ്രഷൻ പോലും കസ്റ്റമറെ അത്രത്തോളം നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കാസർഗോഡുള്ള ഒരു ഹോട്ടലിനെ പറ്റി ഞാനൊരു റിവ്യൂ ഇട്ടിരുന്നു. അപ്പോൾ അവിടെ 2017 തൊട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരു ഹോട്ടലാണ്. അന്നും ഇന്നും അവിടുത്തെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. വളരെ നല്ലൊരു ഹോട്ടലാണ്, പക്ഷേ ഫുഡും അടിപൊളിയാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ബില്ല് കിട്ടാൻ പോലും നമ്മൾ ഏകദേശം അരമണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. അവിടുത്തെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവിടെ നമ്മൾ കൈ കാണിച്ചാലോ ഒച്ച ഉണ്ടാക്കിയാലോ വിളിച്ചാലോ ഒന്നും അവർക്ക് തോന്നിയെങ്കിൽ മാത്രമേ വന്ന് തിരിഞ്ഞു നോക്കത്തുള്ളൂ. അപ്പം 2023 ലാസ്റ്റ് ഡിസംബറിൽ ഞാനവിടെ പോയി കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യാസമില്ല. ഞാൻ ഹോട്ടലിനെ പറ്റി ഒരു റിവ്യൂ ഇട്ടു, അവിടുത്തെ മാനേജറെ കണ്ട് സംസാരിക്കുകയും ചെയ്തു. സോ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് നല്ല കസ്റ്റമർ സർവീസാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് എത്രത്തോളം നല്ലതാണോ മോശമാണോ എന്നുള്ളതിലുപരി നമ്മൾ നല്ല കസ്റ്റമർ സർവീസുള്ള ഷോപ്പുകളെയാണ് പൊതുവെ എല്ലാവരും ചൂസ് ചെയ്യുക. അതിപ്പോൾ എത്ര പണക്കാരനായിക്കോട്ടെ, എത്ര പാവപ്പെട്ടവനായിക്കോട്ടെ, ആസ് എ കസ്റ്റമർ ദാറ്റ് പേഴ്സൺ ഡിസേർവ്സ് എ റെസ്പെക്ട്. അല്ലേ? കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഇല്ല എന്നുള്ളതാണ്. സോ ബിസിനസ് നന്നായിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ സ്നേഹം കൊടുത്ത് അവരുടെ ഒരു റെസ്പെക്റ്റ് നമ്മൾ തിരിച്ച് വാങ്ങുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് ട്രാൻസാക്ഷൻ. പിന്നീട് പണം എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഈ റെസ്പെക്റ്റിൻ്റെ പുറകെ ഓട്ടോമാറ്റിക്കലി വരുമെന്നുള്ളതാണ്. നല്ല വാല്യൂ കൊടുക്കുക, നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കുക, നിങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുമെന്നുള്ളതാണ്.